വിശ്വാസികളായ ആളുകളുടെ വീടുകളിൽ വൈകുന്നേര സമയങ്ങളിൽ എല്ലാ ദിവസവും പാരായണം ചെയ്യപ്പെടേണ്ട ഒരു അധ്യായത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അദ്ദേഹം രേഖപ്പെടുത്തുന്നത്, പ്രവാചക തിരുമേനി പറഞ്ഞു, ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി. മഅറൂഫായ ഏറെ പ്രസിദ്ധമായ ഒരു ഹദീസാണിത്. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. നാളെ പരലോകത്ത് ഖുർആനിൻ്റെ ആളുകൾ അഥവാ ഖുർആൻ പാരായണം ചെയ്ത ആളുകൾക്ക് വേണ്ടി, അതിൻ്റെ അസ്ഹാബുകൾക്ക് വേണ്ടി, ഖുർആനിൻ്റെ ആളുകൾക്ക് വേണ്ടി ഖുർആൻ ശുപാർശകനായി കടന്നു വരും. അത് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇഖ്റഉ, നിങ്ങൾ പാരായണം ചെയ്യണം സഹറവൈൻ നിങ്ങൾ പാരായണം ചെയ്യണം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സഹ്റാവൈൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഉദ്ദേശിക്കുന്നത് പ്രവാചക തിരുമേനി തന്നെ പറഞ്ഞു, സഹ്റാവൈൻ മഅന അൽ ബഖറ വ സൂറത്തു ആലു ഇമ്രാൻ. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ സഹ്റാവൈൻ സൂറത്ത് പാരായണം ചെയ്യണം. ഏതാണ് ഈ സഹ്റാവൈൻ? അത് സൂറത്തുൽ ബഖറയാണ്, വസൂറത്തു ആലു ഇമ്രാനാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, فإنهما تأتيان يوم القيامة كأنهما غمامتان أو كأنهما غيابتان أو كأنهما فرقان من طير صفافا تحاجان عن أصحابهما എന്ന് തുടങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അധ്യായങ്ങളുടെ മഹത്വങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ സഹ്റാവൈൻ അഥവാ സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇമ്രാനും നിങ്ങൾ പാരായണം ചെയ്യണം. അതിൻ്റെ കാരണമായി പ്രവാചക തിരുമേനി പറയുന്നത്, അവ രണ്ടും അന്ത്യനാളിൽ രണ്ട് കാർമുകിൽ പോലെ, അല്ലെങ്കിൽ രണ്ട് തണലുകൾ പോലെ, അതുമല്ലെങ്കിൽ അണിയായി പറക്കുന്ന രണ്ട് പക്ഷിക്കൂട്ടങ്ങൾ പോലെ നമുക്ക് തണലായി കടന്നു വരുമെന്നാണ് ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ എല്ലാ ദിവസങ്ങളിലും രാത്രി നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുൻപ് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ആരാകട്ടെ ഈ അധ്യായം പാരായണം ചെയ്യുന്ന വീടാക്കി നമ്മുടെ വീടുകളെ നമ്മൾ മാറ്റണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാം, ഇഖ്റഉ സൂറത്തുൽ ബഖറ ഫഇന്ന അഖദഹാ ബറക വതറകഹാ ഖസറ വലാ തസ്തതിഉഹാ അൽ ബത്ല. പ്രവാചക തിരുമേനിയുടെ അധ്യാപനത്തിൽ പ്രവാചകൻ പഠിപ്പിക്കുന്ന, നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക എന്നത് അത് ബറക്കത്താണ് എന്നാണ്, അത് അനുഗ്രഹമാണ്. എന്നാൽ അതിനെ ഉപേക്ഷിക്കുന്നത്, പാരായണം ചെയ്യാതെ വിട്ടുകളയുന്നത്, അത് ഖസറയാണ്, നഷ്ടമാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. മാരണം ചെയ്യുന്ന, സിഹ്ർ ചെയ്യുന്ന ആളുകൾ, ആ ആളുകൾക്കൊരിക്കലും താങ്ങാൻ കഴിയാത്ത, അഥവാ ആ സിഹ്ർ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കുന്ന അധ്യായമാണ് സൂറത്തുൽ ബഖറ എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പം എന്താണ് ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നത്? വിശ്വാസികളുടെ ജീവിതത്തിൽ അവർ കൊണ്ടു നടക്കേണ്ട, അവർ പാരായണം ചെയ്യേണ്ട രണ്ട് അധ്യായമാണ് സഹ്റാവൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇമ്രാനും. വൈകുന്നേരങ്ങളിൽ നമ്മുടെ വീടുകളിൽ നമ്മളത് പാരായണം ചെയ്യണം. അതുകൊണ്ട് പരലോകത്ത് നമുക്ക് വലിയ നേട്ടങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു ഹദീസിൽ കാണാം, ലാ തജ്അലു ബുയൂതകും മഖാബിറ. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മഖാബിറുകളാക്കരുത്, അഥവാ ഖബറുകളാക്കരുത്, ഖബർസ്ഥാനാക്കാൻ പാടില്ല. എന്തേ കാരണം? ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തിൽ ലദി തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകൾ, ആ വീടുകളിൽ നിന്ന് പിശാച് അകന്നു പോകുമെന്നാണ്. നോക്കൂ നിങ്ങൾ ഈ അധ്യായത്തിൻ്റെ മഹത്വം, ഈ അധ്യായത്തിൻ്റെ പ്രത്യേകത നോക്കൂ നിങ്ങൾ. ഈ അധ്യായം പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് പിശാച് അകന്നു പോകുമെന്നാണ്. ആരാണ് പിശാച്? മനുഷ്യൻ്റെ ശത്രുവാണ് എന്ന് നമുക്കറിയാം. മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖാല ഫബിമാ അഗ്വൈതനി ലഅഖുദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം. ഖുർആനിൽ അങ്ങനെയാണ് പിശാചിനെ കുറിച്ച് പറഞ്ഞത്. പിശാച് തന്നെ അള്ളാഹുവിനോട് പറയുന്നത്, അള്ളാഹുവേ, നിന്റെ ദാസന്മാരെ ഞാൻ വഴിതെറ്റിക്കും, അവരുടെ സിറാത്തുൽ മുസ്തഖീമിൽ, നേരായ മാർഗത്തിൽ ഞാൻ അവരെ കാത്തിരിക്കും. അവരുടെ മുന്നിലൂടെ, അവരുടെ പിന്നിലൂടെ, അവരുടെ വലതുവശത്തിലൂടെ, ഇടതുവശത്തിലൂടെയൊക്കെ ഞാൻ അവരിലേക്ക് ചെല്ലും, എന്നിട്ട് ഞാൻ അവരെ വഴിതെറ്റിക്കും. ആ പിശാചിൽ നിന്ന് നമുക്ക് സുരക്ഷിതത്വമേകുന്ന അധ്യായമാണ് ഏത്? സൂറത്തുൽ ബഖറ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം.
അതുണ്ടോ എന്ന് പരിശോധിക്കണം. ഇല്ല എങ്കിൽ ഇന്നു മുതൽ നമ്മുടെ വീട്ടിൽ പാരായണം ചെയ്യപ്പെടേണ്ട അധ്യായമായി സൂറത്തുൽ ബഖറയെ അതേപോലെ തന്നെ സൂറത്തു ആലു ഇമ്രാനിനെ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. പ്രവാചക തിരുമേനി വീണ്ടും പറഞ്ഞു, ഇന്ന ലികുല്ലി ഷൈഇൻ സനാമ വസനാമുൽ ഖുർആനി സൂറത്തുൽ ബഖറ. എന്താ പ്രവാചകന്റെ അധ്യാപനം? പ്രവാചകൻ പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഒരു പൂഞ്ഞ, ഉയർന്ന ഭാഗമുണ്ട്. നമ്മൾ ഒട്ടകത്തെ കാണുമ്പോൾ ഒട്ടകത്തിന്റെ പൂഞ്ഞ എന്ന് പറയും, അത് ഉയർന്ന ഭാഗമാണ്. അതേപോലെ പ്രവാചകൻ പറയുകയാണ്, ഖുർആനിന്റെ പൂഞ്ഞയാണ്, ഖുർആനിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ് സൂറത്തുൽ ബഖറ. തീർച്ചയായും ഒരാൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നത് ഷെയ്ത്താൻ കേൾക്കുകയാണ് എങ്കിൽ ആ ഷെയ്ത്താൻ അവിടെ നിന്ന് പുറത്തു പോകുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ബഖറ വിശ്വാസികളുടെ ജീവിതത്തിൽ നിരന്തരം പാരായണം ചെയ്യേണ്ട, എല്ലാ ദിവസവും വീട്ടിൽ ഓതേണ്ട ഒരു സൂറത്താണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ലഭിക്കുന്ന മഹത്വവും പ്രത്യേകതകളും ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവുക.